Good morning, my dear students. Today we are going to discuss about the previous year's question paper discussion related to the chapter measures of dispersion. Okay, ഇതിൽ ഫസ്റ്റ് measures of dispersion എന്ന് പറയുന്നത് measures of center tendency we already learned mean, median and mode. ഈ മീൻ മീഡിയൻ മോഡ് നോക്കിയിട്ട് നമ്മൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ രണ്ട് ക്രിക്കറ്റ് കളിക്കാരുടെ ആവറേജ് നോക്കി, സപ്പോസ് ദ വിരാട് കോഹ്ലി ആൻഡ് ദ സ്റ്റീവ് സ്മിത്ത്, രണ്ട് ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ബാറ്റ്സ്മാനായിട്ടുള്ള സ്റ്റീവ് സ്മിത്തും ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റ്സ്മാനായിട്ടുള്ള കോഹ്ലിയുടെയും ആവറേജ് നോക്കി, അപ്പോൾ രണ്ടുപേരുടെയും 50 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ ആരാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കൊണ്ട് കഴിയില്ല. ഏതുകൊണ്ടേ നമുക്ക് കഴിയുള്ളൂ? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഇതിൽ. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡുകളുണ്ട്. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ലോറൻസ് കർവ് തുടങ്ങിയിട്ടുള്ള അതിൽ അബ്സല്യൂട്ട് മെഷേഴ്സ് ഉണ്ട്, അതിൻ്റെ റിലേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അബ്സല്യൂട്ട് മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വാല്യൂ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ദ റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഇവയെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, വേരിയേഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇതിൻ്റെ റിലേറ്റീവ് മെഷേഴ്സും കൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് റേഞ്ചാണ്. റേഞ്ച് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് വാല്യൂ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ എന്നതാണ് ഇക്വേഷൻ. R is equal to range is equal to H minus L, highest value minus lowest value. Then അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഞാനിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ കാണിക്കാം. നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തതായിരിക്കാം, ഒന്നുകൂടി നോക്കണം. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വാർട്ടൈൽ ഡീവിയേഷൻസ് ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ വി ഓൾറെഡി ലേൺ ദ പാർട്ടീഷൻ വാല്യൂസ് ലൈക്ക് മീഡിയൻ, ക്വാർട്ടൈൽസ്, ഡിസൈൽസ്, പെർസെൻറ്റൈൽസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ക്വാർട്ടൈൽസിൽ Q1 ആൻഡ് Q3 ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു ദ ആവറേജ് ഓഫ് ആവറേജ് അല്ല, Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് ഏത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. അതിൽ ഇൻ്റർ ക്വാർട്ടൈൽ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ Q3 ആൻഡ് Q1 ഇറ്റ് ഈസ് നോൺ ആസ് ഇൻ്റർ ക്വാർട്ടൈൽ. അപ്പോൾ ഇൻ്റർ ക്വാർട്ടൈൽ കാണാൻ ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ Q3 മൈനസ് Q1 ആണ്. എന്നാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ്. ദെൻ ഇതിൻ്റെ റിലേറ്റീവ് മെഷർ ഓഫ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 എന്നതാണ് ഇക്വേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത് വരുന്നതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. മീൻ ഡീവിയേഷൻ നമുക്ക് 3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ അരിത്തമെറ്റിക് മീൻ, ദെൻ മീഡിയൻ ആൻഡ് മോഡ്. ഏതിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. മീൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ മീൻ ഡീവിയേഷൻ ഇസ് ഇക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ എന്നതാണ് ഇക്വേഷൻ. ഓരോന്നിനും ഇൻഡിവിജ്വൽ സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും ഒക്കെ ഇക്വേഷൻസ് ഉണ്ട്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഇസ് ഇക്വൽ ടു മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ, നമ്മൾ അരിത്തമെറ്റിക് മീൻ ആണ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അരിത്തമെറ്റിക് മീൻ, ദെൻ മീഡിയൻ ആണ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ, ദെൻ മോഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡ്. അപ്പോൾ ഇത് 3 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ദെൻ അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ സൈഡിൽ പോകാം. ഇൻഡിവിജ്വൽ സീരീസിലുണ്ട്, ഡിസ്ക്രീറ്റ് സീരീസിലുണ്ട്, കണ്ടിന്യൂസ് സീരീസിലൊക്കെ വ്യത്യസ്ത ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഇക്വേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനോടൊപ്പം ലാസ്റ്റ് വരുന്നതാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്ക് ഡിസ്പേർഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒന്നാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. എസ്പെഷ്യലി while at the time of the income inequality in the locality we can use the Lorentz curve to find out the dispersion or the variability. അതും കൂടിയാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇതിലെ സമ്മറി സബ്സ്റ്റൻസ് ഞാൻ ഒരു സ്പീഡിലാണ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസും 2 മാർക്ക് ക്വസ്റ്റൻസും 3 മാർക്ക് ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഫ്രം ദ ഫോളോയിങ്. അല്ലേ, ഫൈൻഡ് ഔട്ട് ദ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഇതിൽ തന്നിരിക്കുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്തായിരിക്കണം? റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഓൾ ദ എബോവ്. ദെൻ സെക്കൻഡ് വൺ, വേരിയൻസ് ഈസ് ഈക്വൽ ടു. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് ഈസ് റിലേറ്റഡ് ടു ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ് ആണ്. അപ്പോൾ therefore വേരിയൻസ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. ദെൻ ലോറൻസ് കർവ് യൂസ് ടു മെഷർ. ലോറൻസ് കർവ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലിറ്ററസി റേറ്റ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻഇക്വാലിറ്റി, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു
ലോറൻസ് കർവ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഇൻഇക്വാലിറ്റി ഓഫ് ദ ഇൻകം നമ്മുടെ സൊസൈറ്റിയിലെ ഇൻഇക്വാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഗ്രാഫിക്കൽ മെത്തേഡ് ടു ഡിറ്റർമിൻ ദ ഡിസ്പെർഷൻ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഏതാണ്? റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ലോറൻസ് കർവ്. ഇതിലേതാ? ലോറൻസ് കർവ് ആണ്. ദെൻ വിച്ച് among the following is not an absolute measure of the dispersion? നമ്മൾ രണ്ട് രീതിയുണ്ട്, അബ്സല്യൂട്ട് മെഷർ ഉണ്ട്, അതേപോലെ തന്നെ റിലേറ്റീവ് മെഷർ ഉണ്ട്. റിലേറ്റീവ് മെഷേഴ്സിലേക്ക് വരുമ്പോഴാണ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതെല്ലാം റിലേറ്റീവ് മെഷറാണ്. അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ വിച്ച് among the following is not an absolute measure? അബ്സല്യൂട്ട് മെഷർ അല്ലാത്തത് ഇതിലേതാ നോക്കാം. റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിലെ അബ്സല്യൂട്ട് മെഷർ അല്ലാത്തത് ഇതിലേതാണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെഷർ ഓഫ് ഡിസ്പെർഷൻ? നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രശസ്തിയുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഫുൾ ഇൻ കമ്പയറിംഗ് ദ വേരിയബിലിറ്റി ഓഫ് 2 or more ഡിസ്ട്രിബ്യൂഷൻ? രണ്ടോ അതിലധികമോ ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ വേരിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മീൻ ഡീവിയേഷൻ ആണ്. അപ്പോൾ ആൻസർ നോക്കാം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ലോറൻസ് കർവ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടർ ഡീവിയേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 or more വേരിയബിൾസ് തരികയാണെങ്കിൽ, 2 or more ഡിസ്ട്രിബ്യൂഷൻ തരികയാണെങ്കിൽ അതിന്റെ വേരിയബിലിറ്റി അല്ലെങ്കിൽ അതിനെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മീൻ ഡീവിയേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ വാല്യൂസ്? തന്നിരിക്കുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലെ റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ലോറൻസ് കർവ്, ഈ തന്നിരിക്കുന്നതിൽ എല്ലാ ഐറ്റത്തിനെയും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ വാല്യൂസ്? തന്നിരിക്കുന്നതിൽ എല്ലാ വാല്യൂസിനും ബേസ് ചെയ്യാത്ത ഏതാണ്? മീൻ ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇതിലെ ആൻസർ എന്താ? റേഞ്ച് ആണ്. റേഞ്ച് തന്നിരിക്കുന്നതിന് ഹയസ്റ്റ് വാല്യൂ, ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ നോക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എല്ലാ വാല്യൂസിനെയും ചെക്ക് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ മീൻ ഡീവിയേഷനെ കുറിച്ച് ഒരു ഫാക്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് ലീസ്റ്റ് വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മീഡിയൻ ആൻഡ് ഹയർ വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മീൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈസ് ലീസ്റ്റ് വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മീൻ ആൻഡ് ഹയർ. അപ്പോൾ നിങ്ങൾ ഈ മീൻ ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഫാക്ട് അത് കാണാതെ പഠിക്കുക. ഈസ് ലീസ്റ്റ് നമ്മളെ മീൻ ഡീവിയേഷനും മീൻ ഉപയോഗിച്ചിട്ടും മീഡിയൻ ഉപയോഗിച്ചിട്ടും മോഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് ലീസ്റ്റ് വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മീഡിയൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ നമ്പറും, ദെൻ ആൻഡ് ഹയർ വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മീൻ, അല്ലേ? നമ്മൾ അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹയറും ആയിരിക്കും. അപ്പോൾ ഇവിടെ മീൻ ഡീവിയേഷൻ ഈസ് ലീസ്റ്റ് വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മീഡിയൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലീസ്റ്റ് നമ്പർ ആയിരിക്കും. ആൻഡ് ഹയർ വെൻ കാൽക്കുലേറ്റഡ് ഫ്രം അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ചാണെങ്കിൽ വലിയ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ദെൻ മെൻഷൻ ദ പർപ്പസ് ഫോർ വിച്ച് ദ ലോറൻസ് കർവ് ഈസ് ഡ്രോൺ? ലോറൻസ് കർവ് എങ്ങനെയാണ്? അല്ലെങ്കിൽ മെൻഷൻ ദ പർപ്പസ് ഫോർ വിച്ച് ലോറൻസ് കർവ് ഈസ് ഡ്രോൺ? ലോറൻസ് കർവ് ഈസ് ഡ്രോൺ ഫോർ ദ പ്രസന്റേഷൻ ഓഫ് ഇൻഇക്വാലിറ്റി ഓർ ദ ഡിസ്പെർഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഇക്വാലിറ്റിയെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഉപയോഗിക്കാറ്. ദെൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വിച്ച് മെഷർ ഓഫ് ഡിസ്പെർഷൻ ഈസ് ബെസ്റ്റ് ആൻഡ് ഹൗ? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ബിക്കോസ് ഇറ്റ് പൊസസ് മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന എല്ലാ വാല്യൂവിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ വാല്യൂസ്. ഡു യു അഗ്രി? സബ്സ്റ്റാൻഷിയേറ്റ്. റേഞ്ച് തന്നിരിക്കുന്ന എല്ലാ വാല്യൂവിനെ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഐ അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് range is not based on all the variables, simply the difference between highest value and the lowest value, അല്ലെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ അത് എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ റേഞ്ച് എന്ത് ചെയ്യുന്നില്ല, എല്ലാ വാല്യൂവിനെയും കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ give the 2 limitations of range. റേഞ്ചിന്റെ 2 ലിമിറ്റേഷൻസ് എഴുതാനായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ റേഞ്ച് ഈസ് unduly affected by extreme values. റേഞ്ച് is not based on all values. ഇതിന് എല്ലാ വാല്യൂവിനെയും റേഞ്ച് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ differentiate between range and interquartile range. we already learned range. Range is the difference between the highest value and the lowest value. But the interquartile range is the difference between Q3 and Q1, third quartile and first quartile. Interquartile range is the difference between the upper quartile and first quartile. And third quartile, first quartile തമ്മിലുള്ള difference ആണ് interquartile range. Then range is equal to difference between the highest value and the lowest value. In other, some measures of dispersion depends upon the spread of the value whereas some calculated the variations of values from central value. Do you agree? ഇവിടെ നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സനിൽ റേഞ്ചും ക്വാർട്ടർ ഡീവിയേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വാല്യൂവിനെയും കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാ വാല്യൂസിനെയും കൺസിഡർ ചെയ്യുന്നു എന്നതാണ് അതിൽ വരുന്നത്. റൈറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ്റെ മെറിറ്റും ഡിമെറിറ്റും എഴുതാനാണ്. മെറിറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷനും അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ലെസ് അഫക്റ്റഡ് ബൈ ദ എക്സ്ട്രീം ഐറ്റത്തിന് അതിനധികം അത്ര ബാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അത് നേരത്തെ നമ്മൾ അരിത്തമെറ്റിക് മീനിന്റെ മീനിങ് പറഞ്ഞ പോലെ ഇതെല്ലാത്തിലും എഴുതി കൊടുക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ, easy to calculate and simple to understand. Then demerit, it ignores the sign, positive or negative sign. നമ്മൾ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ പോസിറ്റീവ് സൈനോ നെഗറ്റീവ് സൈനോ ഉണ്ടെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂസ് മാത്രമേ എടുക്കാറുള്ളൂ. Then it is difficult to compute when or the median comes in fraction. മീഡിയൻ ഫ്രാക്ഷൻ്റെ രൂപത്തിലൊക്കെ വരികയാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. Then
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ്. ദെൻ അത് ഇവിടെ തന്നിരിക്കുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 22.4. ദെൻ അരിത്മെറ്റിക് മീൻ ഈക്വൽ ടു 159 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ? കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്മെറ്റിക് മീൻ ഓർ divided by x bar into 100 ആണ് coefficient of standard deviation calculate ചെയ്യേണ്ട ഇക്വേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്മെറ്റിക് മീൻ ഓർ എക്സ് ബാർ ഇൻറ്റു 100. അത് ഉപയോഗിച്ചിട്ട് ഇവിടെ 22.4 ഡിവൈഡഡ് ബൈ 159 ഇൻറ്റു 100 അതിൻ്റെ ആൻസർ 14 എന്നുള്ള ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇവിടെ ചിഹ്നങ്ങളൊന്നും അധികം ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 22.4 ഡിവൈഡഡ് ബൈ 159 ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.14 ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 14 എന്നതാണ് coefficient of standard deviation. Then the following are the certain measures of dispersion. Classify them into the absolute measure and the relative measure. അപ്പോൾ absolute measureും relative measureും ഈ ടേബിൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നതാണ്. ദെൻ റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നിവയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അങ്ങനെ നോക്കാം. അതിനനുസരിച്ചിട്ട് അങ്ങനെ വേർതിരിച്ച് കൊടുക്കുന്നു. ദെൻ റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ അബ്സല്യൂട്ട് മെഷറാണ്. ദെൻ റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ ഇതൊക്കെ ഉപയോഗിക്കാം. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇതിൽ റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മോഡാണ് ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത്. അപ്പോൾ മോഡ് ഈസ് ദ ഓഡ് വൺ ഔട്ട്. അതേഴ്സ് ആർ റിലേറ്റഡ് ടു ദ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ദ സ്കാറ്റർ ഡയഗ്രാം, സ്പ്രെഡ്, വേരിയേഷൻ, കോറിലേഷൻ. അപ്പോൾ ഇതിൽ എന്താ വരുന്നത്? കോറിലേഷൻ ആണ്. ബാക്കിയുള്ളതൊക്കെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള. റേഞ്ച്, മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കൂട്ടത്തിൽപ്പെടാത്തത്? അതേഴ്സ് ആർ റിലേറ്റഡ് ടു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ദെൻ കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇവിടെ നമ്പർ ഓഫ് ബോയ് തന്നിട്ടുണ്ട്, ആവറേജ് ഹൈറ്റ് തന്നിട്ടുണ്ട്, എക്സ് ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ, അതിന്റെ എണ്ണം n 72 തന്നിട്ടുണ്ട്. ദെൻ ദ വേരിയൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ 9 തന്നിട്ടുണ്ട്. Therefore find out the നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു? ഫൈൻഡ് ഔട്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വേരിയൻസ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. വേരിയൻസിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് എന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ റൂട്ട് ഓഫ് വേരിയൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9. ഇവിടെ തന്നിരിക്കുന്ന 9 ആണ്. 9ന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ദ റൂട്ട് ഓഫ് ദ 9 ഈസ് ഈക്വൽ ടു 3. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര കിട്ടി? 3 കിട്ടി. ദെൻ എക്സ് ബാർ എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കണക്കിൽ 68 തന്നിട്ടുണ്ട്. അപ്പോൾ 3/68 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.41. Then next question, point out the features of good measures of dispersion. നല്ല ഒരു ഡിസ്പെർഷന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. It should be easy to understand, simple to calculate, rigidly defined. It should be based on all the observation. It should not be affected by extreme value. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പോയിന്റുകളൊക്കെ കോമൺ ആണ്. നിങ്ങൾ മീൻ മീഡിയൻ മോഡിന്റെ ഒക്കെ മെറിറ്റും ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റിയ അതേ പോയിന്റുകൾ തന്നെയാണ് ഇതിലുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കാം. Then size of the land holding of 5 persons are given below. Find out, analysis the data by measuring the dispersion using easiest method. തന്നിരിക്കുന്നതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുക. What are the drawbacks of that method? അപ്പോൾ തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം വരുമ്പോൾ അതിൽ ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ദ ഡിസ്പെർഷൻ ഏതാണ്? റേഞ്ച് ആണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ റേഞ്ച് ഉപയോഗിക്കുക. റേഞ്ച് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. റേഞ്ച് ഈസ് ഈക്വൽ ടു ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ, ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. അത് ഉപയോഗിച്ചിട്ട് ലാർജസ്റ്റ് വാല്യൂ 6, സ്മോളസ്റ്റ് വാല്യൂ 0.5. ഫൈനലി വി ഗോട്ട് ദ റേഞ്ച് 5.5 കിട്ടി. ഇനി ഇത് എന്താ? ഇതിലെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ വാട്ട് ഈസ് എക്സ് ഡിമെറിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഈച്ച് ആൻഡ് എവറി ഐറ്റം ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. റേഞ്ചിന്റെ ഒരു ഡ്രോബാക്സ് എന്താ? എല്ലാ ഐറ്റത്തിനെയും ഇത് കൺസിഡർ ചെയ്യണമെന്നില്ല. ഇറ്റ് ഈസ് സബ്ജക്ട് ടു ഫ്ലക്ച്വേഷൻ ഫ്രം ദ സാമ്പിൾ ടു സാമ്പിൾ. അല്ലെ, നമ്മൾ ഇതിൽ എടുക്കുന്ന സാമ്പിൾ ടു സാമ്പിളിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് കനോട്ട് ബി കമ്പ്യൂട്ടർ ഇൻ ദ കേസ് ഓഫ് ഓപ്പണന്റ് ക്ലാസ്സസ്. ഓപ്പണന്റ് ക്ലാസ്സസ് വരുന്ന സമയത്ത് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ദെൻ next question, if the sum of the 10 value എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് എത്രയാണെന്നുണ്ട്? 100 തന്നിട്ടുണ്ട്. എത്ര വാല്യൂസിന്റെ n വാല്യൂസ് എത്രയാ? 10. ആൻഡ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഈസ് അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ എത്ര തന്നിട്ടുണ്ട്? സിഗ്മ എക്സ് സ്ക്വയർ 1090 തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ നോക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. Therefore അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് സിഗ്മ എക്സ് ബൈ n ഓൾ സ്ക്വയർ. സിഗ്മ എക്സ് ബൈ n ഓൾ സ്ക്വയർ എന്നുള്ളത് എന്തിനു തുല്യം തന്നെയാണ്? എക്സ് ബാർ സ്ക്വയറിന് തുല്യമാണ്. സിഗ്മ എക്സ് ബൈ n എന്ന് പറയുന്നത് എക്സ് ബാർ തന്നെയാണ്. അപ്പോൾ എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ സിഗ്മ എക്സ് സ്ക്വയർ എത്ര തന്നിട്ടുണ്ട്? 1090 എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 1090 എന്നുള്ള രീതിയിൽ കൊടുത്ത് അപ്പോൾ റൂട്ട് ഓഫ് ഇവിടെ റൂട്ട് ഇടാൻ വിട്ട് പോയിട്ടുണ്ട്. റൂട്ട് ഓഫ് 1090 ഡിവൈഡ് ബൈ 10 മൈനസ്
10 സ്ക്വയർ. ഇവിടെ എക്സ് ബാർ എത്ര തന്നിട്ടുണ്ട്? 10 തന്നിട്ടുണ്ട്. അതിന് ഫൈനലി വി ഗോട്ട് ദ ആൻസർ 9 കിട്ടിയിട്ടുണ്ട്. 9 കിട്ടിയിട്ടുണ്ട്. 9ന്റെ റൂട്ട് എത്രയാണ്? 3. ഇവിടെ റൂട്ട് ഇടാൻ വിട്ട് പോയിട്ടുണ്ട്. റൂട്ട് 9 is equal to 3. Therefore, coefficient of variation is equal to standard deviation divided by x bar into 100. Standard deviation എത്രയാണ്? 3 കിട്ടിയിട്ടുണ്ട്. 3 by x bar എത്രയാണ്? 10 into 100. Finally, we got the answer. എത്ര കിട്ടിയിട്ടുണ്ട്? 10 into 3 30 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആൻസറിൽ ചെറിയ തെറ്റുണ്ട്. 30 ആണ് ആൻസർ വരിക. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലെ ബേസ് ചെയ്തിട്ടുള്ള തിയററ്റിക്കൽ ക്വസ്റ്റൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഡിസ്പെർഷൻ? നെയിം ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഡിസ്പെർഷൻ. ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്, റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ. അപ്പോൾ ഡിസ്പെർഷനെ കുറിച്ചുള്ള തിയറി നോക്കാം. Dispersion is the extent to which value in a distribution differ from the average of the distribution. Average of the distribution വ്യത്യസ്തമായിട്ടിരിക്കുന്ന വാല്യൂസ് ആണ് ഇതെന്ന് പറയുന്നത് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. അതിലെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ 5 ഉണ്ട്. റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ലോറൻസ് കർവ്. Mention the merits of the standard deviation. It is rigidly defined. It is based on all observation. It take algebraic sign in consideration. It serves the basis of other measures like correlation. അല്ലേ, കോറിലേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. തിയററ്റിക്കൽ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ വായിച്ചു പോകുന്നത്. ദ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് ആൻഡ് എക്സ്ചേഞ്ച് ഈസ് 245. സക്സസീവ് 1 minute interval are shown in the following frequency distribution. Compute the mean deviation about the median. തന്നിരിക്കുന്നതിനനുസരിച്ച് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ തന്നിരിക്കുന്ന നമ്പർ ഓഫ് കോൾസ് കൊടുത്തു, അതിൻ്റെ ഫ്രീക്വൻസി കൊടുത്തു, ഫ്രീക്വൻസിയുടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കൊടുത്ത്, കുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മീഡിയൻ കണ്ടെത്തുന്നു. n/2 ചെയ്യുന്നു. n/2 ചെയ്യുമ്പോൾ 245 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഇതിൽ വരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഇതിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഏകദേശം 4 എന്നുള്ളത് മീഡിയൻ ആയിട്ട് കിട്ടി. 4 എന്നുള്ളത് മീഡിയൻ ആയിട്ട് കിട്ടി. ആ 4 എന്നുള്ളത് മീഡിയൻ ആയിട്ട് കിട്ടുന്നത് ഇവിടെ നോക്കാം, ചെക്ക് ചെയ്താൽ നമുക്ക് കാണാം. n+1/2 ആണ്. 245 + 1/2 = 1/23 ഐറ്റം. 1/23 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തല്ല വരുന്നത്, ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ വരുന്ന 4 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ എന്ത് മീഡിയൻ ആയിട്ട് എടുത്തത്. Therefore, mean deviation is equal to, mean deviation കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് then different മോഡുലസ് ഡി കാണുന്നു. മോഡുലസ് ഡി എങ്ങനെ കാണുക? മോഡുലസ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് മൈനസ് മീഡിയൻ, മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ കാണുന്നു. അപ്പോൾ മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് 0 മൈനസ് മീഡിയൻ ദാറ്റ് ഈസ് ഇക്വൽ ടു 4. ഇവിടെ ഫൈനലി ആൻസർ 4 കിട്ടി. ദെൻ 1 മൈനസ് മീഡിയൻ, മോഡുലസ് 1 മൈനസ് 4 ഈസ് ഇക്വൽ ടു 3. അങ്ങനെ ചെയ്തു. ഇനി അതിൻ്റെ എഫും മോഡുലസ് ഡിയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തു. മീഡിയൻ ഈസ് ഇക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ ആണ്. സിഗ്മ മോഡുലസ് ഡി ബൈ എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ മോഡുലസ് ഡി 366. അതിൻ്റെ എൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 245 ദാറ്റ് ഈസ് ഇക്വൽ ടു 1.49. The coefficient of variation of two series are 58% and 69%, and their standard deviations are 21.2 and 15.6. Calculate their mean. അപ്പോൾ നമുക്കിവിടെ കോഫിഷ്യൻ്റ് വേരിയേഷൻസ് തന്നു കഴിഞ്ഞാൽ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ മീൻ ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു അല്ലെങ്കിൽ കോഫിഷ്യൻ്റ് വേരിയേഷൻ ഈസ് ഇക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. അപ്പോൾ ആ രീതിയിലേക്ക് ചെയ്യുന്നു. അപ്പോൾ 58 ആണ് വേരിയേഷൻസ് ഫസ്റ്റ് തന്നല്ലോ. അപ്പോൾ 58 ഡിവൈഡ് ബൈ 21.2 ബൈ എക്സ് ബാർ, അതിൽ നിന്ന് എക്സ് ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 36.5. ദെൻ രണ്ടാമത്തെ സെക്കൻഡ് സീരീസിൽ നമ്മൾ അതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് ചെയ്യാണ്. സ്റ്റാൻഡേർഡ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഇക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. അപ്പോൾ ഇവിടെ 69 നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്, പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 69 ഈസ് ദ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ 69 ഈസ് ഇക്വൽ ടു മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15.6 ഡിവൈഡ് ബൈ എക്സ് ബാർ. അതിൻ്റെ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്തു. എക്സ് ബാർ എത്ര 22.6. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇക്വേഷൻ ശരിക്കും അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നോക്കി പഠിക്കാം. ദെൻ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു കണ്ടിന്യൂസ് സീരീസുള്ള പ്രോബ്ലമാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് എഴുതുക, ഫ്രീക്വൻസി എഴുതുക, മിഡ് വാല്യൂസ് എഴുതുക, മോഡുലസ് ഡി കാൽക്കുലേറ്റ് ചെയ്യുക, ഡി കാൽക്കുലേറ്റ് ചെയ്യുക. ഡി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഡിയുടെ ഒരു സ്ക്വയറും കൂടി ഇതിൽ വിട്ടു പോയിട്ടുണ്ട്. ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു, ഡിയുടെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തു, പിന്നെ എഫ് ഇൻറ്റു ഡി ഡാഷ് ചെയ്തു, ദെൻ എഫ് ഇൻറ്റു ഡി സ്ക്വയർ ചെയ്തു. എന്നിട്ടുള്ള ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ
FD square by n minus sigma FD by n all square into C എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ദെൻ ഇവിടുത്തെ കണക്ക് പ്രകാരം 354 divided by 50 minus 24 divided by 50 all square into 10. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 7.08 മൈനസ് 0.23 അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ മൈനസ് ചെയ്യുമ്പോൾ √6.85 ഇൻറ്റു 10 വരുമ്പോൾ അപ്പോൾ 2.617 എന്ന ഇൻറ്റു 10 വരുമ്പോൾ 26.7 എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻസർ കിട്ടും. ഇനി അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഗ്രാഫിക്കൽ മെത്തേഡ്, വേരിയൻസ് കൊടുത്തിട്ടുണ്ട്, ക്വാർട്ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ കോളത്തിൽ കാൾ പിയേഴ്സൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആവറേജ് ഓഫ് ദ സെക്കൻഡ് ഓർഡർ സെമി ഇന്റർ ക്വാർട്ടൈൽ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആവറേജ് ഓഫ് ദ സെക്കൻഡ് ഓർഡർ, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസിക്കൽ ടു ദാറ്റ് ഈസ് ഇൻവെൻറ്റഡ് ബൈ കാൾ പിയേഴ്സൺ. ഗ്രാഫിക്കൽ മെത്തേഡ് ലോറൻസ് കർവ് ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചിൻ്റെ മറ്റൊരു പേരാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100 എന്നുള്ളതാണ്. Then 8 mark questions, what do you mean by the Lorentz curve? Give the steps required in the construction of the Lorentz curve. അപ്പോൾ Lorentz curve എന്താണ്? The measure of dispersion discussed so far gave the numerical value of the dispersion. The graphical measure of the measures of dispersion is called Lorentz curve. To estimate the to find out the variations in the economy, അല്ലേ, എക്കോണമിയിലെ വേരിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഇക്വാലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫിക്കൽ മെത്തേഡാണ് മെഷേഴ്സ് ഓഫ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ദ ക്ലാസ് മിഡ് പോയിന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ക്ലാസ് മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ക്ലാസിൻ്റെ അതിൻ്റെ എന്ത് ചെയ്യുക കുമുലേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ കാൽക്കുലേറ്റ് ദ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രസ് ദ ഗ്രാൻഡ് ടോട്ടൽ ആൻഡ് കൺവേർട്ട് ദ കുമുലേറ്റീവ് ടോട്ടൽസ് ഇൻ ദിസ് കോളം ഇൻ ടു ദ പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമുലേറ്റീവ് ഇതിൻ്റെ ഫ്രീക്വൻസിനെ അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുക. Then on the graph paper take the cumulative percentage of the variable on y-axis and cumulative percentage frequency on x-axis. അപ്പോൾ രണ്ടിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസീസ് അവിടെ അപ്പുറത്ത് എടുക്കുക. അതായത് ഒന്ന് ഇൻകം ആണെങ്കിൽ ഇൻകം അതിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ അപ്പുറത്തെ സൈഡ് കൊടുക്കുക. എന്നിട്ട് ഗ്രാഫുകൾ വരയ്ക്കുക. എന്നിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി അതിൻ്റെ ലോറൻസ് കർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ. ഇവിടെ സംഖ്യകൾ തന്നു, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചുള്ളതാണ്. ഡയറക്റ്റായിട്ട് ചെയ്യാം, നിങ്ങളത് കണ്ടെത്തുക. ദെൻ റൈറ്റ് ഡൗൺ ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് ദ വേരിയസ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ്. ഒന്ന് റേഞ്ച്, ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ, ദെൻ ലാർജസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. ദെൻ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ആണ്. ദെൻ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ സിഗ്മ മോഡുലസ് D ബൈ N ആണ്. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ സിഗ്മ F ഇൻറ്റു മോഡുലസ് D ബൈ സിഗ്മ F ആണ്. ദെൻ മീഡിയൻ കണ്ടിന്യൂസ് സീരീസ് ആണ്. അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ F ഇൻറ്റു സിഗ്മ F ഇൻറ്റു മോഡുലസ് D ബൈ N എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ് ബാർ എന്നുള്ള ഇക്വേഷൻ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഇൻഡിവിജ്വൽ സീരീസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N, ആക്ച്വൽ മീൻ മെത്തേഡ്. ദെൻ അസ്യൂംഡ് മീൻ മെത്തേഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ D സ്ക്വയർ ഡിവൈഡഡ് ബൈ N മൈനസ് സിഗ്മ D ബൈ N ഓൾ സ്ക്വയർ എന്നതാണ് അസ്യൂംഡ് മീൻ. ദെൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, അതല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് സീരീസിലെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണെങ്കിൽ സിഗ്മ D സ്ക്വയർ ബൈ N മൈനസ് സിഗ്മ D ബൈ N ഓൾ സ്ക്വയർ ഇൻറ്റു I സ്റ്റെപ്പ് ഡീവിയേഷൻ. അതിൻ്റെ തന്നെ ഡയറക്റ്റ് മെത്തേഡിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ N മൈനസ് സിഗ്മ എക്സ് ബൈ N ഓൾ സ്ക്വയർ. ഇനി കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ഓരോന്നിനും അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉപരി കൂടുതൽ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെട്ടിട്ടുണ്ട്.
നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണും പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് 8 മാർക്ക് ക്വസ്റ്റ്യൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ക്വാർട്ടൈൽസും റിലേറ്റീവ് വാല്യൂ ഓഫ് ക്വാർട്ടൈൽസും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ലോറൻസ് കർവൊക്കെ വരയ്ക്കാനുള്ളത് കൊണ്ട് നമുക്ക് അത്രയും ഏരിയ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഇതിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ടു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ദ റേഞ്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് 20, 25, 28, 32, 36, 40, 50, 55, 72, 75. അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർച്ച് 2019 ചോദിച്ചുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഹയസ്റ്റ് വാല്യൂ ദെൻ അതേപോലെ തന്നെ ലോവസ്റ്റ് വാല്യൂ നോക്കാം, അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 55 എന്നുള്ളത് കിട്ടി. ദെൻ ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. 2019 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, റേഞ്ച്. അപ്പോൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് മെഷർ ഓഫ് ദ ഡിസ്പേർഷൻ. അപ്പോൾ റിലേറ്റീവ് മെഷർ ഓഫ് ദ ഡിസ്പേർഷൻ എന്നുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ വരുന്നതല്ല. അപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇതിൽ തന്നുള്ളത്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നിവയാണ് റിലേറ്റീവ് മെഷർ. പക്ഷേ ഇവിടെ രണ്ടും ഒരേപോലെ തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിലെടുത്തതാണ്. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിലുള്ള ആൻസർ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്നുള്ള ആൻസർ എഴുതി. ദെൻ കാൽക്കുലേറ്റ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അവിടെ തന്നിരിക്കുന്ന ഒരു കണക്കിൻ്റെ 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ഇവിടെ ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്താ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് നമ്മൾ ഫ്രീക്വൻസി എഴുതി, കുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇക്വേഷൻസിലേക്ക് പോവുകയാണ്. ഇക്വേഷൻസിലേക്ക് പോകുമ്പോൾ Q1 ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് n/4 ആണ് ചെയ്യേണ്ടത്. n/4 ചെയ്യുമ്പോൾ 50/4 എന്ന് പറയുന്നത് 12.5 ഐറ്റം എന്ന് പറയുമ്പോൾ ഏതിൽ വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാം. തന്നിരിക്കുന്നതിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുമ്പോൾ 12.5 എന്നുള്ളത് ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഈ 10 to 20 എന്ന് പറയുന്ന പ്രോബ്ലത്തിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുന്നു ശ്രദ്ധിക്കുക. സൈസ് ഓഫ് ഇവിടെ നോക്കാം. 12.5 ഐറ്റം ദ ഐറ്റം ലൈസ് 10 to 20 എന്ന് പറയുന്നത് വരുന്നു. ദെൻ Q1 അപ്ലൈ ചെയ്യുമ്പോൾ L1 പ്ലസ് n/4 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു H അല്ലെങ്കിൽ I എന്നുള്ള രൂപത്തിൽ കൊടുത്തു. ദെൻ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് Q1 എന്ന് പറയുന്നത് 10, n/4 എന്ന് പറഞ്ഞാൽ 12.5. ദെൻ CF എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ ക്ലാസ് ഉള്ളത്, മോഡൽ ക്ലാസ് ഉള്ളത്, ആ ഫ്രീക്വൻസിയുടെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അതിൻ്റെ മുകളിൽ വരുന്ന നമ്പറാണ് ഏതെന്ന് വരുന്നത് CF എന്ന് പറയുന്നത്. ദെൻ F എന്ന് പറയുന്നത് ആ ക്ലാസിൻ്റെ നേരെ വരുന്ന ഫ്രീക്വൻസി. ദെൻ 10 എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ 13.75. ദെൻ Q3 കണ്ടെത്താൻ 3 × n/4 ചെയ്തു. 3 × n/4 എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെത്തിയേക്കുമ്പോൾ നമുക്ക് മോഡൽ ക്ലാസ് ആയിട്ട് കിട്ടിയ 30 to 40 ആണ്. 37.5 ആണ് അത് കിട്ടിയത്. 37.5 എന്നുള്ളത് ആ തന്നിരിക്കുന്ന ക്ലാസിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിൽ വരുന്നു നോക്കി അപ്പോൾ അതിൻ്റെ മോഡൽ ക്ലാസ് 30 to 40 എന്നുള്ളത് കണ്ടെത്തി. ദെൻ Q3 ഈക്വൽ ടു L1 പ്ലസ് 3 n/4 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു C എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ദെൻ Q3 നമ്മൾ കണ്ടെത്തിയത് 32.5. Therefore ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ്. Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ്. അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ തെറ്റിയിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ആണ്. ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്കിവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 9.35 കിട്ടി. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ചെയ്താൽ മതി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് മാർക്ക് ഓഫ് X bar A ഈസ് ഈക്വൽ ടു 30 ഈസ് ബെറ്റർ ദാൻ ദ ക്ലാസ് B ദാറ്റ് ഈസ് 25. രണ്ട് ക്ലാസിൻ്റെ ആവറേജ് കൊടുത്തിട്ടുണ്ട്. ആവറേജ് മാർക്ക് കൊടുക്കുന്നത് ക്ലാസ് എയുടെ 30യും ക്ലാസ് ബിയുടെ 25 ആണ്. അപ്പോൾ ആവറേജ് മാർക്ക് നോക്കുമ്പോൾ ഏതാണ് ബെറ്റർ? എയും ബി ആണ് കുറച്ച് പിന്നോക്കം. പക്ഷേ ബട്ട് ദ ടീച്ചർ സേസ് ദാറ്റ് ക്ലാസ് ബി ഈസ് മോർ കൺസിസ്റ്റൻറ്റ് ആൻഡ് ഗീവ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ആൻഡ് ബി ആസ് 15 and 10. അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എയുടെയും ബിയുടെയും 15ഉം 10നും അനുസരിച്ച് നോക്കുമ്പോൾ വെച്ച് ടീച്ചർ പറഞ്ഞു ക്ലാസ് ബി ആണ് മോർ കൺസിസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ദ ക്ലാസ് എ ആൻഡ് ബി ആൻഡ് പ്രൂവ് ഇറ്റ്. ഏത് ക്ലാസ്സാണ്? ക്ലാസ് ബി ആണ് ബെറ്റർ എന്ന് ടീച്ചർ പറഞ്ഞില്ലേ, അത് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ മെയിൻ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതേ ഒരു ചോദ്യം പ്രതീക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ
കണക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് തന്നിരിക്കുന്ന കണക്കിൽ നിന്ന് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഓരോന്നും നമ്മൾ നോട്ട് ചെയ്തെടുക്കുന്നു. എക്സ് ബാർ എ ഫസ്റ്റ് ക്ലാസ് എയുടെ എക്സ് ബാർ 30, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15. ദെയർഫോർ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു, വേരിയേഷൻ കണ്ടെത്തിയാൽ മതി, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. അപ്പോൾ 15 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 എന്നുള്ളത് കിട്ടി. ഇനി ക്ലാസ് ബിയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലാസ് ബിയുടേത് എക്സ് ബാർ ബി എത്ര തന്നിട്ടുണ്ട്, 25 ആണിത്. ഇവിടെ എ എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ള, ബി ആണ്. എക്സ് ബാർ ബി 25ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി 10ഉമാണ്. Therefore, coefficient of variation is equal to standard deviation divided by x bar into 100, that is equal to 10 by 25 into 100 is equal to 40. So divide the 4 into 10, 40. അപ്പോൾ ഇതിലെ coefficient of variations of class A is equal to 50 and B is equal to 40. ഇനി നമ്മൾ ഇതിൻ്റെ coefficient of variation കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഏതാണോ ചെറിയ വാല്യൂ കിട്ടുന്നത്, ആ ചെറിയ വാല്യൂ കിട്ടുന്നത് ആർക്കാണോ അയാളാണ് കൺസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ആ ക്ലാസ് ആണ് കൺസിസ്റ്റൻറ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ ഇഫ് യു ആർ കമ്പയറിംഗ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എ ആൻഡ് ബി, A got it 50 and B got it 40. Comparing these two values, B is the better one. അപ്പോൾ ബി ആണ് ഇതിൻ്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളത് വരുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് മോർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലാസ് ഏതാണ്, ബി ക്ലാസ് ആണ്. ദെൻ കാൽക്കുലേറ്റ് ദ കോട്ടേഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോട്ടേഡ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ തന്നിരിക്കുന്നതിൽ മാർച്ച് 2018 ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിൻ്റെ ക്ലാസ്, അതിൻ്റെ ഫ്രീക്വൻസി, കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. Q1 കാൽക്കുലേറ്റ് ചെയ്യാൻ n/4 അപ്ലൈ ചെയ്യുക. എന്നിട്ട് മോഡൽ ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യുക. മോഡൽ ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. Q1 is equal to L1 plus n/4 minus CF divided by F into H അപ്ലൈ ചെയ്യുക. എന്നിട്ട് Q1 കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, Q3 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 into n/4 ചെയ്യുന്നു. 3 into 50/4 ആൻഡ് ആൻസർ 37.5 കിട്ടി. അത് ഏത് ക്ലാസ്സിൽ വരുന്നു എന്നുള്ളത് കണ്ടെത്തി. 40 to 50 എന്ന് പറയുന്ന ക്ലാസ്സിൽ കണ്ടെത്തി. ഇനി അതിൻ്റെ ഇക്വേഷൻ Q3 is equal to L1 plus 3n/4 minus F into I അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ Q3യുടെ വാല്യൂ കിട്ടി. Therefore, കോട്ടേഡ് ഡീവിയേഷൻ is equal to Q3 minus Q1 divided by 2 അപ്ലൈ ചെയ്തു. അതിൻ്റെ ആൻസർ കണ്ടെത്തി. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോട്ടേഡ് ഡീവിയേഷൻ ആണ് കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q3 minus Q1 divided by Q3 plus Q1 എന്ന് പറയുന്ന ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ചെയ്യുക. ദെൻ ഇതിൽ ഇക്വേഷൻ തെറ്റിയിട്ടുണ്ടായിരുന്നു. Then name the relative measure of the standard deviation and define standard deviation. Calculate the standard deviation from the following data. ഇപ്പോൾ തന്നിരിക്കുന്ന ഏകദേശം 5-7 മാർക്കിനുള്ള ചോദ്യമാണ് തന്നിട്ടുള്ളത്. ഇവിടെ ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? നെയിം ദ റിലേറ്റീവ് മെഷർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റിലേറ്റീവ് മെഷർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചുള്ളത് ഡിഫൈൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തിയറി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ ഫ്രം മീൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ ഫ്രം മീൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ 0 to 10, അതേപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി കൊടുത്തു, മിഡ് വാല്യൂസ് കണ്ടെത്തി, ദെൻ ഡി കണ്ടെത്തി. ആ ഡി കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഡിയുടെ സ്ക്വയർ കണ്ടെത്തി കഴിഞ്ഞിട്ട് എഫ് ഇൻറ്റു ഡിയും മൾട്ടിപ്പിൾ ചെയ്യാം. ദെൻ എഫ് ഇൻറ്റു ഡി സ്ക്വയർ മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡി സ്ക്വയറിൻ്റെ ഒരു കോളം കുറവുണ്ട്, ഡി സ്ക്വയർ കണ്ടെത്തണം, 30യുടെ സ്ക്വയർ എന്നുള്ള രീതിയിലൊക്കെ കണ്ടെത്തണം. ദെൻ എഫ് ഇൻറ്റു ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഫൈനലി നമുക്ക് ഇക്വേഷൻ കൊണ്ടുവരിക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ്, അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് മൈനസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഓൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. ഫൈനലി നമ്മൾ അതിൻ്റെ ആൻസർ 20.9 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ 2 ക്രിക്കറ്റ് കളിക്കാരുടെ സ്കോറുകൾ തരും, അല്ലെങ്കിൽ 2 സബ്ജക്റ്റിൻ്റെ മാർക്കുകൾ തരും. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ ഏത് ക്ലാസ്സിൻ്റെ മാർക്ക്, ഏത് സബ്ജക്റ്റിൻ്റെ മാർക്കാണ് കൺസിസ്റ്റൻ്റ് എന്നൊക്കെ കാണാനുള്ള രീതിയിൽ ചോദ്യം വരും. അല്ലെങ്കിൽ വിച്ച് ബാറ്റ്സ്മാൻ ഈസ് എ കൺസിസ്റ്റൻ്റ് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യം വരുമ്പോൾ തന്നിരിക്കുന്ന ഇത് ഇൻഡിവിജ്വൽ സീരീസിൽ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തുള്ളത് നോക്കാം. മാർക്ക് ഓഫ് എക്കണോമിക്സിൻ്റെ ഇത് കാണുന്നു. എക്കണോമിക്സ് എന്ന് പറയുന്ന മാർക്കിൻ്റെ അതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മളതിൻ്റെ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്തു. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്താൽ 508 ഡിവൈഡ് ബൈ എത്രയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എക്സ് മൈനസ് 50.8 ചെയ്തപ്പോൾ ഇങ്ങനെ വാല്യൂസ് കിട്ടി. അതിൻ്റെ ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഇത് ഇൻഡിവിജ്വൽ സീരീസിലൊക്കെ നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു √σ d സ്ക്വയർ ഡിവൈഡ് ബൈ n. അപ്പോൾ അതിനനുസരിച്ച് പ്രോബ്ലം ചെയ്തിട്ട് 16.8 കിട്ടി. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16.8 കിട്ടി. ദെൻ നേരത്തെ കണക്ക് പ്രകാരമുള്ള എക്സ് ബാർ എത്ര കിട്ടി? 50.8 കിട്ടി. അതിനെ ഡിവൈഡ് ചെയ്തു ഇൻറ്റു 100 ചെയ്തപ്പോൾ 32.93 ലഭിച്ചു. ഇനി മാർക്ക് ഓഫ് ഹിസ്റ്ററിയുടെ ഇതേ നമ്മൾ എക്കണോമിക്സ് എന്താണോ ചെയ്തത് അതേ മെത്തേഡിലൂടെ അത് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തുക. ആൻസർ കണ്ടെത്തിയിട്ട് ഏത് സബ്ജക്റ്റിൻ്റെ ആണോ കുറഞ്ഞ വാല്യൂ കിട്ടുന്നത് ആ കുറഞ്ഞ വാല്യൂ കിട്ടുന്ന സബ്ജക്റ്റാണ് ബെസ്റ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള സബ്ജക്റ്റ്. ദ അസസ്മെൻറ്റ് എന്താ? പെർഫോമൻസ് ഓഫ് ദ എക്കണോമിക്സ് സ്റ്റുഡൻസ് ഈസ് ബെസ്റ്റ്. ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ ആൻസർ നോക്കുമ്പോൾ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ നോക്കുമ്പോൾ ചെറിയ വാല്യൂ വന്നിട്ടുള്ളത് ഏതിൻ്റെതായിരിക്കും? എക്കണോമിക്സ് എന്ന് പറയുന്നതിൻ്റെ ആയിരിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്. ദെൻ പിക്ക് ദ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ കൊടുത്തത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, അരിത്തമെറ്റിക് മീൻ, ക്വാർട്ടർ ഡീവിയേഷൻ. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് അരിത്തമെറ്റിക് മീൻ ആണ്. ദെൻ കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോ. ഇത് നേരത്തെ പോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടെത്തുക. ദെൻ മാർച്ച് 2012 ചോദിച്ച ചോദ്യമാണ്. ദ ഫോളോയിങ് ആർ ദ മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ദ ക്ലാസ് ടെസ്റ്റ് ഓഫ് ദ 10 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് മലയാളം ആൻഡ് ഹിന്ദി. നേരത്തെ നമ്മൾ എക്കണോമിക്സും ഹിസ്റ്ററി എന്ന് പറയുന്ന പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ഉള്ള ഇൻഡിവിജ്വലി ചെയ്യേണ്ട പ്രോബ്ലമാണ്. ആ ഇൻഡിവിജ്വലി നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ട് ആൻസർ കണ്ടെത്തുക. ദെൻ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കമ്പയർ ദ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ആൻസർ ഒബ്റ്റൈൻ. നമ്മൾ തന്നിരിക്കുന്നതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്തു നോക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി കണക്ക് ചെയ്തു നോക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Vishnu and Joshi are the classmates. Usually they conduct a combined study during the holidays. They want to draw the Lorentz curve during the course of their study. Explain the steps required to draw the Lorentz curve. Lorentz curve വരയ്ക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുള്ളതാണ്. ദ സൈസ് ഓഫ് ദ ഐറ്റം ഓർ മിഡ് പോയിന്റ് ഓഫ് ദ ക്ലാസ് കുമുലേറ്റഡ് ചെയ്യുക. ആ കുമുലേറ്റീവ് സം ഓഫ് ദ ഐറ്റംസ് ആർ അസ്യൂംഡ് ടു ബി 100 and all the cumulative totals are converted into the percentageലേക്ക് മാറ്റുക. എന്നിട്ട് ആ പെർസെൻറ്റേജ് ഉപയോഗിച്ചിട്ടാണ് ഗ്രാഫുകൾ വരയ്ക്കേണ്ടത് എന്ന് പറയുന്നത്. cumulative frequencies are plotted on the x values and cumulated item അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റം y ആക്സിസിൽ കൊടുക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2019 മുതൽ അല്ലെങ്കിൽ 2012 ഏകദേശം ഒരു 7 വർഷത്തോളമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. കൂടുതൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചെങ്കിലേ ഈ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.